നമുക്ക് ചിക്കൻ വറക്കാതെ തന്നെ റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ വറുത്തതിൻ്റെ അതേ ടേസ്റ്റും കിട്ടും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ചിക്കൻ കഴിക്കുന്നതെന്ന് എനിക്കറിയാം. ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നവരായിരിക്കാം, ചിക്കൻ കറി വെച്ച് കഴിക്കുന്നവരായിരിക്കാം. ഇന്ന് നമുക്ക് എങ്ങനെ ചിക്കൻ വറക്കാതെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം. സൂപ്പറായിരിക്കും. ഒത്തിരി എണ്ണയൊന്നും നമ്മുടെ ശരീരത്തിൽ എത്തുകയില്ല. എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നമ്മൾ ഹെൽത്തി ഓക്കെയാന്ന് നോക്കണം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്താലോ. 2 കിലോ ചിക്കൻ എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്ന് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള നന്നാക്കിയിട്ടുണ്ട്. 6 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഗ്യാസിനൊക്കെ നല്ലതാണ്. പിന്നെ ഇഞ്ചി 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 3 കറിവേപ്പിലയുടെ തണ്ട്, 1 ക്യാപ്സിക്കം, പിന്നെ 1 കറുവപ്പട്ട ഇല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് കേട്ടോ. ഉരുളി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള പരമാവധി വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സവാള നന്നാക്കുമ്പോൾ അതിനകത്തൊരു കറുത്ത കളറ് ഫംഗസ് കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ സവാള എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിടുന്നവർക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പൊടിയുപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മസാലക്കൂട്ട് എടുത്ത് വയ്ക്കാം. ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, അതുപോലെ 4 ചെറിയ തക്കാളി അരിഞ്ഞത്. ഇനി സവാള ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ കറുവപ്പട്ടയുടെ ഇല ഇടാനും മറക്കരുത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുക കേട്ടോ. ഇനി സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ശരിക്കും ഒന്ന് മൂത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ കിട്ടുകയുള്ളൂ. വെറുതെ ഒന്ന് വാട്ടിയെടുത്തിട്ട് കാര്യമില്ല, കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. ഇനി ഞാനൊരു ക്യാപ്സിക്കം അരിഞ്ഞതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ കളർ ക്യാപ്സിക്കം ഉപയോഗിക്കാം, യെല്ലോ ഉപയോഗിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, കളർ ചേഞ്ച് വരും, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂക്കണ വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ ഞാനിവിടെ 2 കിലോ ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കഴുകിയിട്ട് അങ്ങനെ കൊണ്ട് ഇടരുത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, തൈരൊക്കെ ചേർത്തിട്ട്. അതിനകത്തേക്ക് നമ്മൾ 5 തക്കാളി അരിഞ്ഞത് ഇടുക. നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയണോടെ വരെ വെയിറ്റ് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയും, ഈ പച്ചക്കുത്തൊക്കെ മാറും. തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനകത്ത് ഒരു തരി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് നല്ല റോസ്റ്റായിട്ട് തക്കാളിയൊക്കെ വെന്തിരിക്കാൻ വേണം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ചിക്കനിലേക്കും മസാല ഇറങ്ങത്തക്ക രീതിയിൽ ഇറക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം താനെ ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെയാണ് നമ്മുടെ ചിക്കൻ വേവുന്നത്. ചിക്കൻ മസാലക്കൂട്ടിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ആരും മറക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഗ്രേവി ഉണ്ട്. അത് സവാള ഇടുന്നതിനനുസരിച്ച്, എത്ര സവാള വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവിയും കിട്ടും. അപ്പം ലാസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മസാലപ്പൊടിയാണത്. അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി മല്ലിയില പുതിനയില ഇടേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറക്കാതെയുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക. കാരണം വറുത്തിട്ട് എണ്ണ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്നാൽ റോസ്റ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റും കിട്ടും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്